ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 ഐറ്റം ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഗ്രേപ്പ്, ബനാന, ആപ്പിള്, റുമാന്, 3 ഐറ്റംസ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. പിന്നെ മിൽക്ക് മെയ്ഡ്, കസ്റ്റാർഡ് പൗഡർ, 3 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കസ്റ്റാർഡ് മിക്സ് ആണ്. ഇതുണ്ടാക്കുന്നത് ഞാൻ 2.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് സാധാ നമ്മളെ പച്ചവെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് നല്ലപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയിട്ട് അത് ഞാൻ തീ കത്തിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട്, ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നല്ല തിക്കിലാണ് കേട്ടോ. ഇനി നമുക്ക് പാലൊഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം, നല്ലോണം തണുത്തതിന് ശേഷം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നല്ലപോലെ തണുത്ത് ആറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്രൂട്ട്സ് ഒന്നും ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്യുക. ഈ ടൈമിലൊന്നും ഞാൻ പാല് ചേർത്തിട്ടില്ല. പാല് ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. ആദ്യം ഞാൻ മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് ഒഴിച്ച് ലൂസാക്കി എടുക്കട്ടെ, എന്നിട്ട് പാല് ചേർക്കാം. അത് ഞാനൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് മധുരം തികഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലത് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പിൻ്റെ ആവശ്യം വരും. മിൽക്ക് മെയ്ഡ് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിലൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരത്തിൻ്റെ ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇപ്പോൾ ഒരു തിക്കിലാണ് ഉള്ളത്. പാല് ഒരു 1/2 കപ്പ് ചേർത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഇപ്പോൾ പാകത്ത് ലൂസായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫ്രൂട്ട് സലാഡിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകത്തെ ഒരു ലൂസും തിക്നെസ്സും ഒക്കെ കേട്ടോ. പിന്നീട് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു 1/2 മണിക്കൂർ തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. പാകത്തെ തണുപ്പൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കുക. ഐസ്ക്രീം ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തണുപ്പിച്ച് കഴിക്കുമ്പോൾ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഐസ്ക്രീം എടുക്കുന്നത്.
ഐസ്ക്രീം ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.